കോട്ടയംകാരുടെ കായിക വിനോദമായ നാടൻ പന്തുകളിയിൽ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും KNBUയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാടൻ പന്തുകളിയുടെ നാൾ വഴി എന്ന പരമ്പര ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ അതിഥികൾ എന്ന് പറയുന്നത് പ്രശസ്ത രണ്ട് വ്യക്തികളാണ്. ഒന്ന്, നാടൻ പന്തുകളിയുടെ രാജകുമാരൻ എന്ന് പറയാവുന്ന, അന്ന് റെജിയാണെങ്കിൽ ഇന്ന് ഒരു വ്യത്യസ്ത മേഖലയിലൂടെ സഞ്ചരിക്കുന്ന, ഒരു വൈദിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ബർഷിമോൻ എറമ്പാച്ചനാണ്. എറമ്പാച്ചനെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത്, നമ്മുടെ കളിക്കളത്തിലെ മറ്റൊരു താരം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയില്ല. അതിമനോഹരമായ ചെറുപ്പക്കാരെയൊക്കെ കോരിത്തെരിപ്പിച്ച, പിൻതലമുറക്കാരെ നാടൻ പന്തുകളിലേക്ക് ആകർഷിച്ച, കളത്തിൽ കവിത രചിച്ച ഗീവർഗീസിനെയും KNBUയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാടൻ പന്തുകളിയുടെ നാൾ വഴി എന്ന ഈ പരമ്പരയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വ്യക്തികളോട് നമ്മുടെ പ്രേക്ഷകർക്കും നാടൻ പന്തുകളെ ഇഷ്ടപ്പെടുന്നവർക്കും അവരെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം പന്തുകളിയെപ്പറ്റിയുള്ള അവരുടെ അനുഭവങ്ങളും മറ്റ് കാഴ്ചപ്പാടുകളും ഇപ്പോഴത്തെ രീതികളും പഴയ രീതികളും ഇതൊക്കെ വിശദീകരിക്കുക, അത് നമ്മൾ കേട്ട് ആസ്വദിക്കുവാനും പുതിയ തലമുറ മനസ്സിലാക്കുവാനുമാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി എറമ്പാച്ചനിലേക്ക് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് തുടങ്ങാം. ഇതൊരു ചോദ്യോത്തരവേള അല്ലെങ്കിലും എറമ്പാച്ചൻ്റെ സ്വദേശം എവിടെയാണ്, അല്ലെങ്കിൽ ജനിച്ചു വളർന്ന സ്ഥലം എവിടെയാണ്? ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം പാമ്പാടി വെള്ളൂർ ദേശത്താണ് ജനിച്ചു വളർന്നത്. അവിടെ വളരെ പ്രശസ്തമായ ഒരു സ്കൂളുണ്ട്, പാലാമ്പടം മെമ്മോറിയൽ സ്കൂള്. ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്ത് ടൂർണമെൻറ്റുകൾ നടക്കാറുണ്ടായിരുന്നു. ചെറുപ്പകാലഘട്ടം തൊട്ടേ അത് കണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളും അവരുടെ കൂട്ടുകാരുമൊക്കെ നാടൻ പന്ത്, അതായത് ഇന്നത്തെ പോലെ താറിടാത്ത മൺവഴികളിൽ നിരപ്പുള്ളിടത്ത് പന്ത് കളിക്കുന്നത് കണ്ട് വളർന്നു. അങ്ങനെ എൻ്റെ ഉള്ളിലും പന്ത് കളിയോടുള്ള ഒരു അഭിനിവേശം ഇങ്ങനെ ആ ചെറിയ കാലഘട്ടം തൊട്ടേ ഇങ്ങനെ കത്തിപ്പടരാൻ തുടങ്ങി. കുടുംബത്തെക്കുറിച്ച് ചെറിയ ഒരു വിവരണം. വീട്ടിൽ ഞങ്ങളൊരാറംഗ കുടുംബമായിരുന്നു. അപ്പനമ്മ, എനിക്ക് 3 സഹോദരങ്ങളുണ്ട്, ഒരു സഹോദരിയും 2 സഹോദരന്മാരും. അങ്ങനെ ഞങ്ങൾ 4 പിള്ളേരാണ്. ഞങ്ങളെല്ലാവരും പന്ത് കളിക്കുമായിരുന്നു. എല്ലാവരും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം തൊട്ടേ ഏറ്റവും പ്രിയപ്പെട്ട വിനോദം എന്ന് പറയുന്നത് പന്ത് കളിയാണ്. അവധി കിട്ടുമ്പോഴെല്ലാം രാവിലെ തന്നെ പന്തുമായിട്ട് ഇറങ്ങും, കളിക്കും. അങ്ങനെ പന്ത് കളിയോടൊരു ഭയങ്കരമായ അഭിനിവേശം തന്നെയായിരുന്നു. ഗീവർഗീസിൻ്റെ സ്വന്തം സ്ഥലം എവിടെയാണ്? എന്തായിരുന്നു ബാല്യകാലം? എങ്ങനെയായിരുന്നു? കുടുംബത്തെപ്പറ്റി പറയുക. ഞാൻ ജനിച്ച് വളർന്നത് മണർകാട് എന്ന ദേശത്താണ്. മണർകാട് 6 മൈൽ ജംഗ്ഷൻ, 6 മൈലിൽ ഒരു ചെറു കുടുംബത്തിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം മണർകാട് UP സ്കൂളിൽ നടന്നു. അന്ന് ആ UP സ്കൂളിൽ നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഗ്രൗണ്ടുണ്ട്, കൊച്ചു ഗ്രൗണ്ട്. ഇപ്പം അത് നല്ല വലിയ ഗ്രൗണ്ടായി. അന്ന് അവിടെ ഞങ്ങൾ റബ്ബർപാല് കൊണ്ട് തേച്ച് ഉരുക്കി കൊച്ചു പന്തുണ്ടാക്കി ഈ സ്കൂളിലെ ഇൻ്റർവെൽ സമയങ്ങളിൽ പന്ത് കളിച്ച് ഞങ്ങളുടെ കൂടെ കുറേ നല്ല കൂട്ടുകാരുണ്ടായിരുന്നു. കളിച്ച് വളർന്ന് പന്ത് കളിയോട് നമുക്കൊരു താല്പര്യം തോന്നിയ സമയം അന്നു മുതലുണ്ട്. പിന്നീട് നമ്മൾ വളർന്നു വന്നപ്പം പഴയ കളിക്കാരിലായി. എൻ്റെ കാലഘട്ടം, അതായത് ഞാൻ പന്ത് കളി കാണാൻ പോകുന്ന സമയങ്ങളിൽ നെല്ലിക്ക വിജയൻ ചേട്ടനും മുട്ടമ്പലം വിജയൻ ചേട്ടനും വെള്ളം രാജീവും ഒക്കെ ഉള്ള കാലഘട്ടങ്ങളാണ്. അരവിന്ദാക്ഷൻ ചേട്ടന്, ഫ്രാൻസിസ് ചേട്ടന്, ഇവരൊക്കെ ഉള്ള കാലഘട്ടങ്ങളിലാണ് ഞാൻ പന്ത് കളി കാണാൻ പോകുന്നത്. അത് അന്ന് ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ ഗ്രൗണ്ടല്ല, മണർകാട് പള്ളിയുടെ ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് പന്ത് കളി നടക്കുന്നത്. ആ സമയങ്ങളിൽ അവിടെ പോയി കണ്ട് അവരോട് ഉള്ള ആ നമുക്ക് അടങ്ങാനാവാത്ത ആവേശം അവർ കാണിക്കുന്ന, അവർ ചെയ്യുന്നത് കണ്ട് ആണ് ഞാൻ ശരിക്കും പന്ത് കളി പഠിക്കാനായിട്ട് ഇടയായത്. പിന്നെ എൻ്റെ കുടുംബം മാതാപിതാക്കളോടൊപ്പം, എന്നോടൊപ്പം മാതാപിതാക്കൾ താമസിക്കുന്നു. അമ്മ ഞങ്ങൾ വേർപെട്ട് പോയി, പിതാവിൻ്റെ കൂടെയുണ്ട്. പിന്നെ എൻ്റെ ഭാര്യയും 3 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. അപ്പം ഇതുപോലുള്ള ഒരു മികച്ച കളിക്കാരെ കണ്ടാണ് ഗീവർഗീസ് ഈ കളത്തിലേക്ക് വരുന്നത്. ആരെ കണ്ടായിരുന്നു? മനസ്സിൽ ആരായിരുന്നു? ഓരോ പന്ത് കയ്യിലെടുക്കുമ്പോഴും എന്തായിരുന്നു മനസ്സിൽ? ഞാൻ ആരെ പോലെ അടിക്കണം, ആരെ പോലെ കളിക്കണം എന്തായിരുന്നു ഒരു സ്വപ്നം? എന്തായിരുന്നു? ആരായിരുന്നു ഈ കളത്തിലേക്ക് കൊണ്ടുവരാൻ ആകർഷിച്ചത്? ആരുടെ കളി കണ്ടാണ്? എങ്ങനെയായിരുന്നു ആ കളത്തിലോട്ടുള്ള വരവും? ഏത് ടീമിലൂടെയായിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞാൽ പന്ത് അടിക്കണം, ഒരു കാലടിക്കാരനാകണം എന്നാഗ്രഹിച്ച് കളി കണ്ടത്
നമ്മുടെ മുട്ടമ്പലം വിജയൻ ചേട്ടൻ, പുട്ടമ്പലം വിജയൻ ചേട്ടന്, നെല്ലിക്ക വിജയൻ, അവർ രണ്ടുപേരും ഉണ്ട്. അവർ ഓപ്പോസിറ്റേ കളിച്ചിട്ടുള്ളൂ. ഞാൻ ഒന്നിച്ച് കളിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഓപ്പോസിറ്റ്. അവരെ രണ്ടുപേരുടെയും കാല് നല്ല ഇങ്ങനെ പരന്നായിരിക്കുന്നു, മടക്കി അടിക്കുന്ന നല്ല രസമായിട്ടിങ്ങനെ പന്ത് ഇങ്ങോട്ട് വെട്ടി എങ്ങനെ വളഞ്ഞു വരുന്നത് അതിനേക്കാൾ നല്ല പരുവത്തിൽ അങ്ങോട്ട് ഇവർ മടക്കി അടിച്ചാൽ കയറ്റിപ്പോയി. അപ്പം അതൊക്കെ കാണുമ്പോൾ ഞാൻ ഓർത്തത് ഇത് ഇങ്ങനെ മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ? അങ്ങനെയാണ് ഞാനും ഞാൻ പറഞ്ഞല്ലോ പന്ത് നമ്മൾ റബ്ബർ പാലം ഉണ്ടാക്കിയ പന്ത് കൊണ്ട് നമ്മുടെ കൂട്ടുകാരെ കൊണ്ട് വെട്ടിച്ച് തിരിച്ചങ്ങോട്ട് അടിക്കാൻ പറ്റുമെന്ന് അങ്ങനെ ശ്രദ്ധിച്ചു. പന്ത് കളി ഇവർ കളിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ആ ഗ്രൗണ്ടിൽ പോയി, ഇവർ കളിച്ച് പോയി കഴിയുമ്പോൾ അവിടെ അതുപോലെ കളിച്ച് നോക്കും. അങ്ങനെയാണ് കളി കണ്ടത്. പക്ഷെ എനിക്ക് ഇവരുടെ കളികളോടൊപ്പം തന്നെ ഏറ്റവും എനിക്ക് പന്തടി കാലടിക്കാരനാകണമെന്ന് ആഗ്രഹിച്ചത് നമ്മുടെ പള്ളം രാജീവ് ചേട്ടൻ്റെ കാലടിയാണ്. അദ്ദേഹം പന്തടിക്കുമ്പോഴത്തേക്ക് നല്ല രസമാണ്. പുള്ളി പന്തടിക്കാൻ ഒരു സ്കെൽറ്റൻ ഒരു മനുഷ്യനാണ്. ബനിയനൊക്കെ ഇട്ട് നല്ല ബോഡി ഒക്കെ നല്ല രസകരം. ഇന്ന് നമ്മുടെ പിന്നെ കുഴിമറ്റം ജയനെ പോലെ തന്നെ ഇരിക്കുന്നത്. അന്ന് അദ്ദേഹം അടിക്കുന്ന പന്തെന്ന് പറയാൻ നല്ല രസം. കിക്കെന്നൊരു ഒച്ച കേൾക്കുള്ളൂ, ആ ഒച്ചയ്ക്ക് പന്ത് അങ്ങ് പോവുക. അത് നല്ല രസകരമായ കാര്യമായിരുന്നു. അതുപോലെ തന്നെ എറമ്പാച്ചനോട് അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. ബാല്യകാലത്തിൽ ഈ കളി കണ്ടു നടക്കുമ്പോൾ അല്ലെ ആ കളത്തിലുള്ള ആകർഷകരായത് എങ്ങനെയായിരുന്നു? ആരായിരുന്നു ഒരു ഡ്രീം പ്ലെയറും ഈ പറയുന്നത് പോലെ ആരായി തീരണം എന്നുള്ളൊരു നമുക്കൊരു സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇപ്പോഴത്തുള്ള പിള്ളേർ ചോദിച്ചാൽ ഡോക്ടറാണ് എഞ്ചിനീയറാണെന്ന് പറയും. ഒരുപക്ഷെ അന്ന് നിങ്ങളുടെ കുട്ടിക്കാലത്തല്ല ഇത് കളിക്കുമ്പോൾ എനിക്ക് ഇതുപോലെ കളിക്കണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യത്യസ്ത ചിന്തയായിരുന്നു അന്ന്. അത് എങ്ങനെയായിരുന്നു? അന്ന് ഞാൻ പന്ത് കളിയെ കണ്ട് ആകർഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന, ടൂർണമെൻറ്റുകളിൽ കളിച്ചുകൊണ്ടിരുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവരാണ് കുറിച്ചി ഷാജി, നാട്ടകം ഷാജി, അതെ, വേലങ്ങാടൻ, ഗരുഡൻ സണ്ണി, ഇതുപോലുള്ള കളിക്കാർ. അതിൽ നാട്ടകം ഷാജിയുടെയും കുറിച്ചി ഷാജിയുടെയും ഒക്കെ പന്തടിക്കുന്നത് ഒത്തിരി ശ്രമകരമായിരുന്നു. അത് കണ്ട് ഒത്തിരി ഒരു ആകർഷണം തോന്നിയിട്ടുണ്ട്. അന്ന് ആ കാലഘട്ടത്തിൽ ഒത്തിരി ടൂർണമെൻറ്റുകളിൽ വിജയിച്ച ഒരു ടീമാണ്, വിജയിച്ചു നിന്നുകൊണ്ടിരുന്ന ടീമാണ് കുറിച്ചി ടീം. അവരുടെ ആ ഒരു കളി ശൈലി പ്രത്യേകമാണ്. ഷാജി ആ ടീമിനെ നന്നായിട്ട് നയിച്ചിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരന്ന് കളി തുടങ്ങുമ്പോൾ ഒരു 4 പേര് വന്നാലും അവർ ഇറങ്ങി കളിക്കും, ബാക്കിയുള്ളവർ പുറകെ വരും. എങ്ങനെയാണെങ്കിലും കളിച്ചവർ ജയിക്കും. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. അവസാനമായി കളിച്ച അല്ലെ പ്രധാനമായി കളിച്ച ടീം ഏതായിരുന്നു? ഏത് ടീമിനോടൊപ്പമായിരുന്നു കളിച്ചിരുന്നത്? അങ്ങോട്ട് വരാനുണ്ടായിരുന്ന സാഹചര്യം എങ്ങനെയായിരുന്നു? ഞാൻ ഏറ്റവും കൂടുതൽ കളിച്ചത് പാമ്പാടി ടീമിൻ്റെ കൂട്ടത്തിലാണ്. പാമ്പാടി ടീമിൻ്റെ കൂട്ടത്തിൽ വരുന്നതിന് മുമ്പ് വെള്ളൂർ ടീമിൻ്റെ കൂട്ടത്തിൽ 1-2 കുറച്ച് തവണ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന സമയത്ത് ടൂർണമെൻറ്റുകളിൽ കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിന് ഇങ്ങനെ കളി നടക്കുന്നിടത്തൊക്കെ വെള്ളൂർ ടീമിൻ്റെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെ പോവും. പക്ഷെ പലപ്പോഴും കളിക്കാൻ അവസരം കിട്ടിയിരുന്നില്ല. നല്ല എന്നെക്കായി നന്നായിട്ട് കളിക്കുന്നവരുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് അങ്ങോട്ട് പിടിച്ചു കയറാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ദാഹിച്ച് നടന്ന് അവസാനം ഒരു ഇടവേളയ്ക്ക് ശേഷം വെള്ളൂരും പാമ്പാടിയും കൂടെ ഇദ്ദേഹം ഇടയ്ക്കൊന്ന് ഗൾഫിന് പോയായിരുന്നു. അതിനുശേഷം വന്നു കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു പാമ്പാടിയും വെള്ളൂരും കൂടെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട്, അങ്ങനെ ഒരു ടീം ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ ക്യാപ്റ്റൻ നമ്മുടെ പോത്താനിക്കൽ ഷിബുച്ചാനായിരുന്നു. അങ്ങനെ ഒരു കളി നെല്ലിക്കൽ നടക്കുമ്പോൾ ആ കളിയിൽ അതിൻ്റെ ഫൈനൽ നടക്കുന്ന സമയത്ത് ഞാനിവിടെ ITC പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനവിടെ ചെന്നപ്പോൾ ഇച്ചിരി താമസിച്ചു. കളി നടന്നു, ഇൻ്റർവെല്ലായി. അപ്പം മാങ്ങാനം ടീമും, അതായത് പുതുപ്പള്ളി മാങ്ങാനം ജോസും ഒക്കെ ഉൾപ്പെടുന്ന മാങ്ങാനം ടീമും പാമ്പാടി ടീമും തമ്മിൽ ഫൈനൽ വന്നു. പാമ്പാടി ടീം ഏറെക്കുറെ ഒരു 10-11 പോയിൻറ്റിന് പുറകിൽ നിൽക്കുകയാണ്. ഭയങ്കര പന്തായമാണ് അവിടെ. പന്തയം വെച്ച ആളുകളെല്ലാം ഇളകി മറിഞ്ഞ് പാമ്പാടി തോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ആവേശമാണ്. അപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് ഒരാളെ മാറ്റി എനിക്ക് ഇൻ്റർവെൽ കഴിഞ്ഞ് കളിക്കാൻ അവസരം കിട്ടി. അപ്പം ഷിബുച്ചായൻ പറഞ്ഞ ആദ്യം ഞാൻ തന്നെ പന്ത് വെട്ടി തുടങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ആ കളം ചില ചരലൊക്കെ നിറഞ്ഞ കളമാണ്. അവിടെ നന്നായിട്ട് പന്ത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ പെട്ടെന്ന് അടിക്കാൻ പറ്റുക. അങ്ങനെ ഏതാണ്ട് പിടിയനെന്ന് തുടങ്ങി 3 വരെ എങ്ങാണ്ട് വെട്ടി. ദേശാഭിമാനി കപ്പിന് വേണ്ടി DYFI നടത്തിയൊരു കളിയാണത്. അന്നേരം തന്നെ അവരെക്കായി എണ്ണം കൂടുതൽ വെട്ടിയെടുത്ത് അന്ന് ആ കളത്തിൽ തന്നെ ഈ പന്തായം വെച്ചവർ തന്നെ ഒത്തിരി കൃത്രിമ പരിപാടികളൊക്കെ കാണിച്ച് എൻ്റെ കാലെല്ലാം മുട്ടുസൂചി കയറി അവരാരാണ്ട് മുട്ടുസൂചി ഇട്ട് കളത്തിൽ. അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമാണ്. അപ്പം നമ്മുടെ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന കുഞ്ചായനാണ് ആ മുട്ടുസൂചി വലിച്ചു ഊരി കളഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ കളിയിൽ
അത്ഭുതകരമായ ഒരു വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചു. അതോടുകൂടി പിന്നെ പാമ്പാടി ടീമിൻ്റെ ഒരു സ്ഥിരം കളിക്കാരനായിട്ട് തീർന്നു. മാറി. ഗീവറീസിന് എങ്ങനെയായിരുന്നു അവസാനം ഏറ്റവും കൂടുതൽ കളിച്ച ഏത് ടീമിനോടൊപ്പമായിരുന്നു? എങ്ങനെയായിരുന്നു ആ ടീമിലോട്ട് എത്തിച്ചേരാൻ ഉള്ള വഴി തുറന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ കളിച്ചത് 1990-ലാണ് പാമ്പാടി ടീം ഉണ്ടാകുന്നത്. അന്നേരം അത് തൊട്ട് 2011 വരെ എനിക്ക് പാമ്പാടി ടീമിനോടൊപ്പം കളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ പന്ത് കളി പാമ്പാടി ടീമിലേക്ക് വരാൻ കാരണം വെച്ചാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന 56-58 കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ മത്സരം നടന്നു. അതിൻ്റെ വിന്നേഴ്സ് ഞങ്ങളാണ്. അന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ മണർകാട് കോളേജ് ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് തിരുവഞ്ചൂർ ദേശം. അപ്പം അവരൊക്കെ എൻ്റെ കളികൾ ഈ പറഞ്ഞ് അന്ന് കൂട്ടുകാരൊക്കെ പറഞ്ഞ് അവർ അഡിഡാസ് ടീം, തിരുവഞ്ചൂർ അഡിഡാസ് ടീമിലേക്ക് എന്നെ ക്ഷണിച്ചു. അങ്ങനെ അഡിഡാസ് ടീമിൽ കളിക്കാൻ ഒരുങ്ങി. അന്ന് അവിടെ തിരുവഞ്ചൂർ അമ്പലത്തിൻ്റെ മൈതാനത്താണ് കളി നടക്കുന്നത്. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറിച്ചി ഷാജിയൊക്കെ ഈ മുട്ടമ്പലം വിജയൻ ചേട്ടൻ, നെല്ലിക്ക വിജയൻ ചേട്ടനൊക്കെ എൻ്റെ ഒക്കെ കാലശേഷം വരുന്ന കളിക്കാരാണ്. ഇപ്പം സമ്പാദ്യം പറഞ്ഞു നാട്ടാ ഷാജിയും കുറിച്ചി ഷാജി ചേട്ടൻ, ഷാജിച്ചാൻ്റെ ഒക്കെ കളി അവരോടാണ് ആദ്യം ഏറ്റുപെടുന്നത്. അപ്പം നമ്മൾ ഭയങ്കര ഒരു പ്രസ്ഥാനത്തോടെ ഏറ്റുമുട്ടുമ്പം നമ്മൾ വെറും സീറോ അല്ലേ. അപ്പം അന്ന് എൻ്റെ പന്തടി കണ്ടവരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു സീസണിൽ അവരോടൊപ്പം കളിച്ചു. പിന്നെ അന്ന് ജൂനിയർ ടീമിൽ കളിക്കുമ്പോൾ ഞങ്ങൾക്കായിരുന്നു മത്സരത്തിനൊക്കെ ഫസ്റ്റ് കിട്ടിക്കുന്നത്. മൺറാട് ടീം എന്നും പറഞ്ഞ ടീമുണ്ടായിരുന്നു. ഞങ്ങൾ മാങ്ങാനം ജോസിനെയും കൊച്ചുവൻ, പള്ളക്കുന്നം കൊച്ചുവനെ, ഗിരീഷിനെ, ഇവരൊക്കെ മാങ്ങാൻ ടീമിനെ, ബിജു, അന്ന് മാങ്ങാൻ ടീമിൽ ഇപ്പം നേരത്തെ മാങ്ങാൻ ടീമിനെ കളിച്ചു വന്ന് ബിജു ഇവരെയൊക്കെ തോൽപ്പിച്ച് ഞങ്ങൾ കപ്പെടുത്തിട്ടുണ്ട്. അത് തേമ്പവാൽക്കടവിൽ. അത് കഴിഞ്ഞ് ഇവിടെ തോട്ടക്കാട് തന്നെ, ഇവിടെ അടുത്ത് തോട്ടക്കാട് തന്നെയുണ്ട് ഒരു മത്സരം നടന്നിട്ടുണ്ട്. അവിടെയും വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ഞാനെന്നൊരു കളിക്കാരൻ ഉണ്ട് എന്ന് മറ്റ് ക്യാപ്റ്റന്മാരൊക്കെ മനസ്സിലാക്കി എന്നെ സമീപിച്ചപ്പം ഞാൻ വെള്ളൂർ ടീമിൻ്റെ കൂടെ 90-ന് മുമ്പ് 1-2 പ്രാവശ്യം കളിച്ചു. 1-2 പ്രാവശ്യം കളിക്കുന്നത് 8-ാം മൈലിൽ ജോർക്കബിസ് ടീം എന്നും പറഞ്ഞൊരു ടീം ഇറക്കും. ജോർജ് ഊട്ടി എന്ന് പറഞ്ഞ ഒരാളാണ് ആ ടീം ഇറക്കുന്നത്. അപ്പം അദ്ദേഹം ഞാനെയും കോഴിക്കുന്നിലായി ചാനയും അവിടെ സുനിൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ പഴയ കോഴിക്കുന്നിലായി ചാനേ ഉള്ളൂ അന്ന് സീനിയറായിട്ട് കളിക്കാനും. ഭൂഭാവത്തിലെ കുഞ്ഞിനെ ഉൾപ്പെടുത്തിയിട്ട് ആ ടീമിനെ കളിപ്പിച്ച് അവിടെ ഞങ്ങൾക്ക് ആദ്യം ഫസ്റ്റ് കിട്ടുന്ന കുറിച്ചി എസ്പുരൻ ടീമിന്. കുറിച്ചി എസ്പുരൻ ടീമിനെ കളി അവിടെ ഞങ്ങൾ ശരിക്കും അവിടെ മലത്തിയടിക്കുമായിരുന്നു ആ ടൂർണമെൻറ്റ്. അവരൊരിക്കലും ഓർത്തില്ല, ഷാജിയൊന്നും ഒരിക്കലും ഓർത്തില്ല ഞങ്ങളോട് ജയിക്കുമെന്ന്. അതുപോലെ കുറച്ച് ടീമായിരുന്നു. അന്നൊക്കെ ഈ ദൈവത്തിൻ്റെ കാര്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് നമുക്ക് അടിച്ച പന്തെല്ലാം അപ്പുറം പോയി. സെമി കിട്ടുന്നത് വാഗത്താനം ടീമുമായിട്ടായിരുന്നു. വാഗത്താനം ടീമിനെയും അതുപോലെ തന്നെ തോൽപ്പിച്ച് ഫൈനലിൽ വരുമ്പോൾ അഞ്ചേരി ടീം, ജോണിക്കുട്ടിയുടെ അഞ്ചേരി ടീമുമായിട്ട് ആ ഫൈനലും ഞങ്ങൾ അവിടെ ജയിക്കുക. അന്നേരം ഒരു ടീമിനെ വാർത്തെടുക്കണമെന്ന് കുഞ്ഞിനൊക്കെ ആയി. അപ്പോൾ കുഞ്ഞൊക്കെ സൗത്ത് പാമ്പാടി എന്നും പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇവിടെ പാമ്പാടി തിരുമേനിയുടെ പേരിലൊരു ട്രോഫി ഉണ്ടായിരുന്നു. അപ്പം പാമ്പാടി കണ്ടത് ഉണ്ണിച്ചാൻ പാമ്പാടി ടീമിനെ ഇറക്കട്ടെ എന്നൊരു ആശയം ഉദിച്ചു. അങ്ങനെ പാമ്പാടി ടീമിനെ 1990-ൽ പാമ്പാടി ടീമിനെ ഇറക്കുമ്പോൾ അതിനകത്ത് ഞാനും എന്നോടൊപ്പം നാട്ടൻ ഷാജി, പോത്തല കുഞ്ഞ്, മല്ലൻ ജോർജ്, കോറി കൊച്ചുവൻ, രജീന്ദ്രനൊക്കെ ഉണ്ടായിരുന്നു. ജോസും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളോടൊപ്പം ഇന്ന് വാങ്ങാൻ ടീമിലൊക്കെ ഉള്ള ജോസും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പാമ്പാടി ടീമിൻ്റെ അവിടുന്ന് ആദ്യം ഫസ്റ്റ് കപ്പെടുക്കുക. കപ്പെടുത്തുകൊണ്ടാണ് പാമ്പാടി ടീമിൻ്റെ തുടക്കം. പിന്നെ പാമ്പാടി കണ്ടത്ത് ഉണ്ണിച്ചാൻ എന്നാ വെച്ചാൽ പാമ്പാടി മാത്രമേ പുള്ളി ടീം കൊടുക്കുകയുള്ളൂ ക്യാപ്റ്റനായിട്ട്. പിന്നീട് അത് കഴിയുമ്പോൾ പോത്താനിലെ ശിവിച്ചാൻ, മാറ്റം പറഞ്ഞ പോലെ പോത്താനിലെ ശിവിച്ചാനാണ് ആ ടീമിനെ കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. ടൂർണമെൻറ്റുകളിൽ നിങ്ങൾ ഏത് റോളിലായിരുന്നു തിളങ്ങിയിരുന്നത്? പന്ത് വെട്ടുന്ന സമയത്ത് ഏത് പിടുത്തക്കാരനായിരുന്നു നിങ്ങൾ ഭയപ്പെട്ടിരുന്നത്? എതിരെ വെട്ടണമെങ്കിൽ എന്ത് തന്ത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്?